അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഈ പരിശുദ്ധമായ മുഹറം മാസത്തിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഈ അമൽ ചെയ്യണം. അതായത് നമുക്കൊക്കെയും എത്രയോ ആഗ്രഹങ്ങൾ ഉള്ളവരാണ്, ഒരുപാട് പ്രയാസങ്ങളിൽ അകപ്പെട്ട് ജീവിക്കുന്നവരാണ്. എന്നാൽ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടാൻ, നമ്മുടെ പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ, ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നമുക്ക് ലഭിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു എളുപ്പ വഴിയാണ്. അതായത് പ്രിയപ്പെട്ടവരെ, പുണ്യങ്ങളുടെ പൂക്കാലമായ അല്ലാഹു സുബ്ഹാനഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ അവൻ്റെ അടിമകൾക്ക് ചൊരിഞ്ഞു കൊടുക്കുന്ന ഈ പരിശുദ്ധമായ മുഹറം മാസം, നമുക്കറിയാം ഈ മാസം അത്ഭുതമാണെന്ന്, ദുആക്ക് ഇജാബത്തുള്ള മാസമാണെന്ന് നമുക്കറിയാം. എന്നാൽ ഈ പരിശുദ്ധമായ ഈ മാസത്തിലെ ഏറ്റവും പുണ്യമാക്കപ്പെട്ട ഈ ആദ്യത്തെ 10 ദിവസങ്ങളിലെ ഏറ്റവും പുണ്യമാക്കപ്പെട്ട രാവും ദിവസവുമാണ് നമ്മിലേക്ക് കടന്നു വരുന്നത്. അതായത് പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവ്, വെള്ളിയാഴ്ച ദിവസം. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധമായ ഈ വെള്ളിയാഴ്ച രാവ്, വെള്ളിയാഴ്ച ദിവസം വളരെ പോരിശയാക്കപ്പെട്ട സമയമാണ്. നമ്മുടെ ദുആക്ക് ഇജാബത്ത് ഉറപ്പായ സമയങ്ങളാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മറക്കാതെ ഞാൻ ഈ പറഞ്ഞു തരുന്ന അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിലെ വളരെ പ്രധാനപ്പെട്ട മഹത്വമേറിയ ഒരു സൂറത്താണ്. ഈ സൂറത്ത് നിങ്ങൾ വെറും 3 പ്രാവശ്യം ഓതിക്കൊണ്ട് നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആലയോട് നിങ്ങളുടെ പ്രയാസങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് അല്ലാഹു സുബ്ഹാനഹു തആല അത് നിങ്ങൾക്ക് നിറവേറ്റിത്തരും. അല്ലാഹു സുബ്ഹാനഹു തആല ഈ പരിശുദ്ധമായ മുഹറം മാസത്തിൻ്റെയും ഈ വെള്ളിയാഴ്ച രാവിൻ്റെയും വെള്ളിയാഴ്ച ദിവസത്തിൻ്റെയും ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും നിറവേറ്റി തരട്ടെ. ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ, അവരുടെ എല്ലാ ഉദ്ദേശങ്ങളും, അവരുടെ എല്ലാ ആഗ്രഹങ്ങളും, എല്ലാ പ്രയാസങ്ങളും അല്ലാഹുവേ അവർ ഉദ്ദേശിച്ചതുപോലെ നീ അത് നിറവേറ്റി കൊടുക്കുക റബ്ബേ. നിനക്കറിയല്ലോ അവരുടെ ഉദ്ദേശം എന്താണെന്ന്, അവരുടെ പ്രയാസം എന്താണെന്ന്. അതുകൊണ്ട് നീ അവരുടെ ജീവിതത്തിൽ സമാധാനം നൽകുക റബ്ബേ. അവരുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും എല്ലാം നീ സാധിപ്പിച്ച് കൊടുക്കുക റഹ്മാനെ. ഞങ്ങളുടെ ജീവിതത്തിൽ നീ ദാരിദ്ര്യം നൽകി പരീക്ഷിക്കല്ല റബ്ബേ, രോഗം നൽകി പരീക്ഷിക്കല്ല റബ്ബേ. കടങ്ങൾ ഉള്ളവരുടെ കടങ്ങൾ നീ വീട്ടി കൊടുക്കുക റബ്ബേ. മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ നീ നൽകണേ റബ്ബേ. ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെല്ലാവരെയും നീ ഉൾപ്പെടുത്തണേ റബ്ബേ. മരിക്കുന്ന സമയത്ത് ഈമാനോടുകൂടി മരിക്കുകയും അതുപോലെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഞങ്ങൾക്കെല്ലാവർക്കും ഒരുമിച്ച് കൂടുവാനും നീ തൗഫീക്ക് നൽകണേ റബ്ബേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയൊരു സൗഭാഗ്യമാണ് ചില സമയങ്ങൾ നമുക്ക് ഒരുക്കി തരിക എന്നുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ഒരു മാസമാണല്ലോ നമ്മളിപ്പോൾ നിലകൊള്ളുന്ന ഈ പരിശുദ്ധമായ മുഹറം മാസം. മാത്രമല്ല, അതിൽ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് ഈ ആദ്യത്തെ 10 ദിവസങ്ങൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാവും ദിവസവുമാണ് ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവ്, വെള്ളിയാഴ്ച ദിവസമൊക്കെ. അതൊക്കെയും നമുക്ക് വർണ്ണിച്ച് തീർക്കാൻ സാധിക്കില്ല. അത്രക്കും വലിയ പോരിശയാക്കപ്പെട്ട അല്ലാഹു സുബ്ഹാനഹു തആല ധാരാളം അനുഗ്രഹങ്ങൾ നൽകുന്ന, നമ്മുടെ ദുആക്ക് ഇജാബത്തുള്ള, നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾക്ക്, സൽക്കർമ്മങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ധാരാളം കൂലി നൽകുന്ന സമയവും ദിവസവുമാണ് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകിയിട്ടുള്ളത്. മുഅ്മിനീങ്ങളായിട്ടുള്ള ആളുകൾ ഒരിക്കലും ഈ ദിവസം, ഈ സമയം എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡ് പോലും അവർ നഷ്ടപ്പെടുത്തി കളയില്ല, പാഴാക്കി കളയില്ല. കാരണം ഓരോ സെക്കൻഡിനും വളരെ പോരിശയാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നാം എല്ലാവരും ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിലും വെള്ളിയാഴ്ച ദിവസങ്ങളിലൊക്കെ ധാരാളം നിസ്കരിക്കും. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യും, ദിക്റുകൾ അധികരിപ്പിക്കും, സ്വലാത്തുകൾ ചൊല്ലും, ദുആ ചെയ്യുന്നത് അധികരിപ്പിക്കും ഒക്കെ ചെയ്യും. അതൊക്കെ എന്തിനാണ്? നാളെ പരലോകത്ത് നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗം നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവ്, വെള്ളിയാഴ്ച ദിവസമൊക്കെ
ജീവിതത്തിൽ പലരും പല പ്രശ്നങ്ങളിൽ പെട്ടുപോയവരുണ്ട്, പല പ്രയാസത്തിൽ അകപ്പെട്ട് ജീവിക്കുന്നവരുണ്ട്, ഒരുപാട് ഉദ്ദേശങ്ങൾ നടന്നു കിട്ടാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. എന്നാൽ അതൊക്കെയും നമുക്ക് നേടിയെടുക്കാനും അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകിയ അവസരമാണ് ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവ്, വെള്ളിയാഴ്ച ദിവസം. അതുപോലെ തന്നെ ദുആക്ക് ഇജാബത്തുള്ള വലിയ മഹത്വമുള്ള വലിയ പോരിശയാക്കപ്പെട്ട മാസങ്ങൾ. ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഈ പറഞ്ഞു തരുന്ന സൂറത്ത് പ്രിയപ്പെട്ടവരെ എല്ലാവരും നിർബന്ധമായിട്ടും എല്ലാ ദിവസവും ഓതിയിരിക്കേണ്ട ഒരു സൂറത്താണ്. എല്ലാവർക്കും അറിയുന്ന ഒരു സൂറത്താണിത്. ഈ സൂറത്ത് ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും ഓതാത്തവർക്ക് അത് തീരാ നഷ്ടം എന്ന് തന്നെ പറയാം, വലിയ ഭാഗ്യക്കേട് എന്ന് തന്നെ പറയാം. കാരണം ഈ സൂറത്ത് ഒരു പ്രാവശ്യം എല്ലാ ദിവസവും ഓതുന്നവർക്ക് അള്ളാഹു സുബ്ഹാനഹു തആല നൽകുന്ന പ്രതിഫലം നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ ഈ സൂറത്ത് ഓതാതെ പോകില്ല. കാരണം നമ്മുടെയൊക്കെ ജീവിതം ഇരുട്ടേറിയ ജീവിതമാണല്ലോ. പലരുടെയും ജീവിതത്തിലെ പല പ്രയാസങ്ങളും കേട്ടുകഴിഞ്ഞാൽ സങ്കടം വരും. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ഇരുട്ടേറിയ ജീവിതത്തിൽ സമാധാനം കൊണ്ടുവരാൻ സാധിക്കുന്ന, വെളിച്ചം കൊണ്ടുവരാൻ സാധിക്കുന്ന, നമ്മുടെ പ്രയാസങ്ങൾ മാറ്റിത്തരുന്ന വലിയ പവർഫുള്ളായ വലിയ മഹത്വമുള്ള ഒരു സൂറത്താണ് ഇത്. ഈ സൂറത്ത് എല്ലാ ദിവസവും പതിവായി ഒരു വട്ടം ഓതുന്ന ആളുകളുടെ ജീവിതത്തിൽ ഒരു ആപത്ത് മുസീബത്ത് വരില്ല, ഒരു അപകടങ്ങളും വരില്ല, ഒരു പ്രയാസവും വരില്ല. സന്തോഷവും സമാധാനവും മാത്രമേ അവരുടെ ലൈഫിൽ ഉണ്ടാവുകയുള്ളൂ. മാത്രമല്ല, ഈ സൂറത്ത് ഓതുന്നത് കൊണ്ട് അവർ രക്ഷപ്പെട്ടവരുടെ കൂട്ടത്തിലായിരിക്കും അള്ളാഹു സുബ്ഹാനഹു തആല ഉൾപ്പെടുത്തുക. എവിടെ രക്ഷപ്പെട്ടത്? അത് ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെട്ടവരുടെ കൂട്ടത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു തആല അവരെ ഉൾപ്പെടുത്തുക. എന്നാൽ പ്രിയപ്പെട്ടവരെ, ആരും തന്നെ ആഗ്രഹിക്കാത്ത ഒരു കാര്യമാണ് ജീവിതത്തിൽ ദാരിദ്ര്യം വരിക എന്നുള്ളത്. കടങ്ങൾ കൊണ്ടുള്ള പ്രയാസം ആരും ഇഷ്ടപ്പെടില്ല. അതുപോലെ തന്നെ ലോൺ എടുത്ത് ആ ലോൺ അടക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന എത്ര ആളുകളുണ്ട്. അവരൊക്കെ പ്രിയപ്പെട്ടവരെ, ഈ സൂറത്ത് നിങ്ങൾ 3 വട്ടം ഓതിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്ത് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് നിങ്ങൾക്ക് പിന്നീട് സാമ്പത്തിക പ്രയാസങ്ങൾ വരില്ല. അതുപോലെ തന്നെ കടങ്ങൾ എത്ര തന്നെ കോടിക്കണക്കിന് രൂപ ഉണ്ടെങ്കിലും അത് വീടി കിട്ടും. സമ്പത്ത് വർദ്ധിക്കും, സമ്പത്തിൽ ഐശ്വര്യം വർദ്ധിക്കും. ആരുടെയും മുന്നിൽ കൈ നീട്ടേണ്ട, തലകുനിക്കേണ്ട ഒരു അവസ്ഥ വരില്ല. ഈ ഒരു സൂറത്ത് നിങ്ങൾ വെറും 3 വട്ടം ഓതിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആലയോട് നിങ്ങളുടെ പ്രയാസങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ നിങ്ങൾ ഈ സൂറത്ത് എല്ലാ ദിവസവും ഒരു വട്ടം ഓതുന്നവരാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല കടങ്ങൾ കൊണ്ടുള്ള പ്രയാസം തരില്ല, സാമ്പത്തിക പ്രയാസം തരില്ല. മരണം വരെ നിങ്ങളുടെ കീശ കാലിയാകില്ല. പണം ഇല്ല എന്നുള്ളൊരു വിഷമം നിങ്ങൾക്ക് ഉണ്ടാകില്ല. മാത്രമല്ല, അനാവശ്യ ചിലവുകൾ വരില്ല. വെറുതെ ചിലവുകൾ വന്ന് നമ്മുടെ പണം, നമ്മൾ പലതിനും എടുത്ത പണമൊക്കെ നമുക്ക് ചിലവായി പോകാറുണ്ട്. എന്നാൽ അത്തരത്തിൽ അനാവശ്യ ചിലവുകൾ നമുക്ക് വരില്ല. അത്തരത്തിലുള്ള ചിലവുകൾ നമുക്ക് വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ സമ്പത്തിൽ ബറക്കത്തില്ലാത്തത് കൊണ്ടാണ്, നമ്മുടെ വീട്ടിൽ ബറക്കത്തില്ലാത്തത് കൊണ്ടാണ്, നമ്മുടെ ജീവിതത്തിൽ ബറക്കത്തില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ഈ സൂറത്ത് എല്ലാ ദിവസവും നിങ്ങൾ ഒരു വട്ടം ഓതുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ മരണം വരെയുള്ള ജീവിതത്തിൽ ബറക്കത്ത് ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും പേടിക്കാതെ സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും റാഹത്തോടു കൂടിയും ജീവിക്കാൻ സാധിക്കുന്ന വലിയ അത്ഭുതമേറിയ മഹത്വമേറിയ ഒരു സൂറത്താണ് ഇത്. മഹാന്മാരായ പണ്ഡിതന്മാർ ഈ സൂറത്തിനെ കുറിച്ച് പറഞ്ഞത്, ഈ സൂറത്ത് എല്ലാ ദിവസവും ഒരു വട്ടം പതിവായി ഓതുന്ന വീടുകളിൽ അള്ളാഹു സുബ്ഹാനഹു തആല പ്രയാസം നൽകില്ല. എത്ര വലിയ പ്രയാസങ്ങളിൽ അകപ്പെട്ട് ജീവിക്കുന്നവരാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു തആല ആ പ്രയാസങ്ങൾ അവരിൽ നിന്നും നീക്കിക്കളയും. നാം എല്ലാവരും വളരെയധികം പേടിക്കുന്ന ഒന്നാണ്, പേടിക്കേണ്ട ഒന്നാണ് നമ്മുടെ ആരോഗ്യം എന്നുള്ളത്. നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, നമുക്ക് രോഗം വന്നു കഴിഞ്ഞാൽ, പിന്നീട് നമുക്ക് ഒരുപാട് കോടിക്കണക്കിന് രൂപയുണ്ടായിട്ടോ, കോടിക്കണക്കിന് രൂപയുടെ സമ്പത്തുണ്ടായിട്ടോ, നല്ല സുന്ദരിയായ ഭാര്യയുണ്ടായിട്ടോ, മറ്റ് സുഖ സൗകര്യങ്ങളുണ്ടായിട്ടോ, നല്ല വിലപിടിപ്പുള്ള വാഹനങ്ങൾ, വീട്, ഇതൊക്കെ ഉണ്ടായിട്ട് എന്താ? ഒരു കാര്യവുമില്ല. അതൊന്നും നമുക്ക് ആസ്വദിക്കാൻ കഴിയില്ല. കാരണം അതൊന്നും ആസ്വദിക്കാനുള്ള ശരീരം നമുക്കില്ല, ആരോഗ്യമുള്ള. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രധാനമായിട്ടും വേണ്ട ഒന്നാണ് നല്ല ആരോഗ്യത്തോടു കൂടിയുള്ള, ആഫിയത്തോടു കൂടിയുള്ള നല്ലൊരു ശരീരം.
നമ്മുടെ ശരീരം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറയാം. എന്നാൽ ഈ ഒരു സൂറത്ത് എല്ലാ ദിവസവും ഒരു വട്ടമെങ്കിലും ഓതുന്ന വീടുകളിൽ ആർക്കും തന്നെ അല്ലാഹു സുബ്ഹാനഹു തആല രോഗങ്ങൾ നൽകില്ല, മാരകമായ രോഗങ്ങൾ കൊടുത്ത് പരീക്ഷിക്കില്ല. രോഗങ്ങൾ ഉള്ളവരുടെ ആ രോഗം അല്ലാഹു സുബ്ഹാനഹു തആല എളുപ്പത്തിൽ മാറ്റിക്കൊടുക്കുന്നതാണ്. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ, അതായത് ധാരാളം സമ്പത്ത് നൽകി, നല്ല നല്ല സ്വാലിഹീങ്ങളായ മക്കളെ നൽകി, സ്നേഹമുള്ള ഭർത്താവിനെ ലഭിച്ചു, സ്നേഹമുള്ള ഭാര്യയെ കിട്ടി, നല്ല വീട്, നല്ല വാഹനം, എല്ലാ സുഖ സൗകര്യങ്ങളും, ചുരുക്കി പറഞ്ഞാൽ ഒരു കുറവുമില്ലാതെ നല്ല ബർക്കത്തോടു കൂടിയുള്ള, സന്തോഷത്തോടു കൂടിയുള്ള, സമാധാനത്തോടു കൂടിയുള്ള ഒരു ജീവിതം നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ടിട്ട് ഒരുപാട് ആളുകൾക്ക് അസൂയ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ നാക്കേറ്, കണ്ണേറ്, സിഹിറ്, അതുപോലെ തന്നെ കൂടോത്തരം, അതൊന്നും നമുക്ക് ഏൽക്കില്ല. ഈ സൂറത്ത് നമ്മൾ എല്ലാ ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും ഓതുന്നത് കൊണ്ട്. മാത്രമല്ല ഈ സൂറത്ത് നിങ്ങൾ 3 പ്രാവശ്യം ഓതിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആലയോട് ദുആ ചെയ്താൽ ഇത്തരത്തിലുള്ള പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടും. നമുക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടെങ്കിലും അത് നഷ്ടപ്പെടാൻ മറ്റുള്ളവരുടെ കണ്ണേറോ നാക്കേറോ സിഹ്റോ ഒക്കെ നമുക്ക് കിട്ടിയാൽ മതി, നമുക്ക് ബാധിച്ചാൽ മതി. കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വരെ സിഹ്റ് ബാധിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റസൂലായ മുത്തുനബിക്ക് സിഹ്റ് ബാധിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് സംശയിക്കുന്നത് നമുക്ക് ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ? നമുക്ക് സിഹ്റ് ബാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ തകർച്ചക്കും അത് കാരണമാകും. അതുപോലെ തന്നെ നാക്കേറ്, കണ്ണേറൊക്കെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ സൂറത്ത് നിങ്ങൾ എല്ലാ ദിവസവും ചുരുങ്ങിയത് ഒരു പ്രാവശ്യമെങ്കിലും പതിവായി ഓതുക. ഇനി അതിന് നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ വെറും 3 പ്രാവശ്യം ഓതിക്കൊണ്ട് നിങ്ങൾ ഇടയ്ക്കിടെ അള്ളാഹുവിനോട് നിങ്ങളുടെ പ്രയാസങ്ങൾ പറയുക. എന്നാൽ ഇൻഷാ അല്ലാഹ് ഇത്തരത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളെ രക്ഷപ്പെടുത്തുന്നതാണ്. മാത്രമല്ല, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ എല്ലാ മുറാദുകളും, എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നമുക്ക് നിറവേറിക്കിട്ടാൻ നിങ്ങൾ വെറും 3 പ്രാവശ്യം ഓതിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ മതി. അത് പ്രധാനമായിട്ടും ഈ പരിശുദ്ധമായ മുഹറം മാസത്തിൽ ഈ വെള്ളിയാഴ്ച രാവ്, വെള്ളിയാഴ്ച ദിവസത്തിലൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാലുണ്ടല്ലോ, ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് നമ്മുടെ ദുആക്ക് ഇജാബത്ത്. അല്ലാഹു സുബ്ഹാനഹു തആല അത് തള്ളിക്കളയില്ല. നമ്മുടെ ആഗ്രഹങ്ങൾ ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല നിറവേറ്റിത്തരും, നമ്മുടെ പ്രയാസങ്ങൾ മാറ്റിത്തരും. അതുകൊണ്ട് ആരും തന്നെ ഒരിക്കലും ഇന്നത്തെ രാവിൽ വെള്ളിയാഴ്ച ദിവസത്തിൽ ഒന്നും ഈ സൂറത്ത് ഓതിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ മറക്കല്ലേ. അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകട്ടെ. ഈ സൂറത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ. നമ്മുടെ ആഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല എളുപ്പത്തിൽ നിറവേറ്റി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഇത്രത്തോളം മഹത്വങ്ങളും നേട്ടങ്ങളും ഗുണങ്ങളും നമുക്ക് ലഭിക്കുന്ന ഈ മഹത്വമേറിയ സൂറത്ത് ഏതാണ് എന്നറിയണ്ടേ? അതിന് മുമ്പായിട്ട് ഞാൻ ഒരു കാര്യവും കൂടി പറഞ്ഞു തരാം. അതായത് ഈ സൂറത്ത് പതിവായി ഓതുന്ന ആളുകൾക്ക് അവരുടെ ഖബറിൽ ഒരു വെളിച്ചമായി ഈ സൂറത്ത് വരും. അതായത് ഇവിടെ ജീവിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരുമുണ്ട്. നമ്മുടെ ഉമ്മയുണ്ട്, ഉപ്പയുണ്ട്, നമ്മുടെ ഭാര്യ, മക്കൾ, പെങ്ങന്മാർ, ജ്യേഷ്ഠനജ്ജന്മാർ എല്ലാവരുമുണ്ട്. എന്നാൽ ഖബറിൽ ചെന്നാൽ ആരുണ്ട്? ആരുമില്ല. നാം മാത്രം കിടക്കേണ്ട ഒരു സ്ഥലമാണ് ഖബർ. എന്നാൽ ആ ഖബറിൽ നമുക്കൊരു കൂട്ടായിട്ട്, നമുക്കൊരു വെളിച്ചമായിട്ട് ഈ സൂറത്ത് വരും. അതുപോലെ തന്നെ പരലോകത്തും നമുക്ക് ഒരു സഹായിയായിട്ട്, അതുപോലെ ഞാൻ ഈ പറഞ്ഞല്ലോ, ദുനിയാവിൽ നമുക്ക് വിജയം ലഭിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് അള്ളാഹുവിനോട് ചോദിച്ചാൽ നമ്മുടെ നല്ല ഹലാലായ ആവശ്യങ്ങൾ നിറവേറിക്കിട്ടുന്ന വലിയ മഹത്വമുള്ള ഒരു സൂറത്തും കൂടിയാണ് ഇത്. അപ്പോൾ ഈ സൂറത്ത് ഏതാണ് എന്ന് ഞാൻ പറഞ്ഞു തരാം. അതാണ് സൂറത്തുൽ മുൽക്ക്. എല്ലാവർക്കും അറിയുന്ന ഒരു സൂറത്താണ്. പലരും ഇത് നിത്യവും ഓതുന്നവരുമുണ്ടാകും. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ സൂറത്ത് നിങ്ങൾ നിത്യവും ഒരു പ്രാവശ്യം ഓതുന്നവരാണെങ്കിൽ നിങ്ങൾ ഇത് ഒരു 3 പ്രാവശ്യം ഓതിക്കൊണ്ട് നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആലയോട് നിങ്ങൾ ദുആ ചെയ്യുക. നിങ്ങൾ ഇത് ഓതാൻ
ഏറ്റവും അഫ്ളലായ സമയം മഗ്രിബിൻ്റെ ശേഷമാണ്. മഗ്രിബിൻ്റെ ശേഷം 3 പ്രാവശ്യം ഓതിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ നിങ്ങളുടെ ആവശ്യങ്ങൾ, ആഗ്രഹങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റി തരുന്നതാണ്. മാത്രമല്ല, നിങ്ങൾ ദുആ ചെയ്തതിൻ്റെ ശേഷം നിങ്ങൾ ഇശ്ഫി എന്ന് പറഞ്ഞുകൊണ്ട് നല്ല ശുദ്ധമായ ഒരു ഗ്ലാസ് വെള്ളത്തിലോ അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ കൂടുതൽ വെള്ളം എടുത്ത് അതിലേക്കോ നിങ്ങൾ മന്ത്രിച്ച് ഊതുക. എന്നിട്ട് ആ വെള്ളം നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും നിങ്ങൾ കുടിക്കാൻ കൊടുക്കുക. അതായത് നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങളുടെ ഉമ്മാക്ക്, ഉപ്പാക്ക്, ഭാര്യയ്ക്ക്, ഭർത്താവിന്, അതുപോലെ മക്കൾക്ക്, സഹോദരന്മാർക്ക് ആരൊക്കെയുണ്ടോ എല്ലാവർക്കും നിങ്ങളിത് കുടിക്കാൻ കൊടുക്കുകയും മാത്രമല്ല ബാക്കി വരുന്ന വെള്ളം നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ തെളിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ എല്ലാ മഹത്വങ്ങളും, എല്ലാ നേട്ടങ്ങളും, എല്ലാ ഗുണങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവർക്കും നൽകുന്നതാണ്. അതുകൊണ്ട് ഈ ഒരു കാര്യം നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഒരാൾ ചെയ്താൽ മതി. എന്നാൽ തന്നെ ഈ പോരിശകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും നൽകുന്നതാണ്. പ്രധാനമായിട്ടും ഇത് ഉമ്മയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ, വീട്ടിലുള്ള ഉമ്മയൊക്കെ ഇത് ചെയ്യുകയാണെങ്കിൽ, ഉമ്മ മക്കൾക്ക് വേണ്ടിയിട്ട് എന്നിട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ പ്രാർത്ഥനയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പത്തിൽ സ്വീകരിക്കുന്നതാണ്. അതിൽ യാതൊരു സംശയം വേണ്ട. ഇൻഷാ അല്ലാഹ്. ദുനിയാവിലെ ജീവിതം മാത്രമല്ലല്ലോ നമുക്ക് രക്ഷപ്പെടേണ്ടത്. ദുനിയാവിലെ ജീവിതം മാത്രമല്ല, ഖബറിലെ ജീവിതം ഭയപ്പെടുന്നവർ അവിടുത്തെ പാമ്പിനെയും തേളിനെയും മറ്റ് ആക്രമിക്കുന്ന ജീവജാലങ്ങളെയും ഖബറിലെ ചോദ്യം ചെയ്യലും അവിടുത്തെ ശിക്ഷയും എല്ലാം പേടിക്കുന്നവർക്ക്, അതുപോലെ തന്നെ ആരാരും സഹായത്തിനില്ലാത്ത ആ കൂരിരുട്ടുള്ള ആ ഖബറിനുള്ളിൽ ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ നമുക്ക് ഒരു വെളിച്ചമായി വരുന്ന, ഒരു കൂട്ടായി വരുന്ന സൂറത്താണ് സൂറത്തുൽ മുൽക്ക്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ എല്ലാ ദിവസവും ഒരു പ്രാവശ്യം ഈ സൂറത്തുൽ മുൽക്ക് പതിവായി ഓതുക. അതിൻ്റെ കൂടെ നിങ്ങളുടെ ആവശ്യങ്ങൾ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ പ്രയാസങ്ങൾ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദുആ എളുപ്പത്തിൽ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ സൂറത്ത് 3 വട്ടം ഓതിക്കൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുക. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധമായ മുഹറം മാസത്തിൽ ദുആക്ക് ഇജാബത്തുള്ള സമയങ്ങൾ, വളരെ പൂരിശയാക്കപ്പെട്ട രാത്രി, പൂരിശയാക്കപ്പെട്ട രാവ്, പൂരിശയാക്കപ്പെട്ട ദിവസം, ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവ്, വെള്ളിയാഴ്ച ദിവസമുണ്ടല്ലോ, ഈ ദിവസങ്ങളിലൊക്കെ നിങ്ങൾ മറക്കാതെ മഗ്രിബിൻ്റെ ശേഷം ഈ സൂറത്ത് 3 പ്രാവശ്യം ഓതിക്കൊണ്ട് നിങ്ങൾ അല്ലാഹുവിനോട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ പറയുക, പ്രയാസങ്ങൾ പറയുക. എന്നാൽ ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരും, നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റിത്തരും, ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ വീണ്ടും പറയുകയാണ്, എല്ലാ ദിവസവും ഒരു വട്ടമെങ്കിലും ഈ സൂറത്ത് ഓതുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്ത് എല്ലാ ദിവസവും ഒരു പ്രാവശ്യം പതിവായി ഓതാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ഈ സൂറത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ, ജീവിതത്തിൽ ബറക്കത്ത് നൽകട്ടെ, നമ്മുടെ മക്കളിൽ അല്ലാഹു ബർക്കത്ത് നൽകട്ടെ, നല്ല മക്കളാക്കട്ടെ. എല്ലാ രോഗങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കാനുള്ള ഒരു ഭാഗ്യം ഈ സൂറത്തുൽ മുൽക്കിൻ്റെ ബർക്കത്ത് കൊണ്ട് നമുക്കെല്ലാവർക്കും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ഈ പരിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ എല്ലാ ഖൈറാത്തുകളും അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. നമ്മുടെ ഇബാദത്തുകൾ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ദുനിയാവിലും ആഖിറത്തിലും വിജയിച്ച് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗം നമുക്കെല്ലാവർക്കും ലഭിക്കാനുള്ള ഒരു തൗഫീക്ക് അള്ളാഹു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم.